ഹൃദയപൂർവം ഭാഗം 24. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെ വന്നു നിന്ന് അമ്പലനടയിൽ വന്നു നിന്ന് മുടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെയാണ് നടക്കുക എന്ന് പറഞ്ഞ് രാധ ചേച്ചി കരയുന്നുണ്ട്. അച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ലാവണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കിച്ചുവിനെ നോക്കി. ആരും സങ്കടപ്പെടേണ്ട, എൻ്റെ മകൻ ഇവളെ വിവാഹം കഴിക്കും. പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ആ പറഞ്ഞ ആളെ കണ്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു. ഇതിപ്പോൾ ആരാണ് രണ്ടാമത്തെ കഥന പൊട്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും അങ്ങോട്ട് നോക്കി. കിച്ചുവിൻ്റെ അമ്മയായിരുന്നു അത്. മാധവനും ഉദയനും മാഷും എല്ലാവരും പരസ്പരം നോക്കി ഇതെന്താ സംഭവം എന്ന്. എന്നാൽ ഉദയൻ കിച്ചുവിൻ്റെ അച്ഛനെ നോക്കി. അച്ഛൻ ചെറു പുഞ്ചിരിയോടെ തൻ്റെ ഭാര്യയെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഉദയൻ, ചതിച്ചതാ നമ്മളെ ആ നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ് ഉദയൻ കിച്ചുവിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുത്തതും എല്ലാവരും അങ്ങോട്ട് നോക്കി. അദ്ദേഹം ആ സമയമാണ് അവരെയും നോക്കിയത്. പുഞ്ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു. എൻ്റെ ജീവിതത്തിൽ അവൾ അറിയാത്ത ഒന്നുമില്ല. ഇക്കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷമായിരുന്നു. അവളും കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളോട് പറയണ്ടെന്ന് അവളാ എന്നോട് പറഞ്ഞത്, കിച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞു. കിച്ചു പെട്ടെന്ന് തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹവും അവനെ ചേർത്ത് പിടിച്ചു. അവിടെ കൂടി നിന്ന എല്ലാവരും അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത്. നീ എന്താ പ്രവീണ പറയുന്നത്? ലാവണ്യയുടെ അമ്മയുടെ അടുത്തേക്ക് വന്ന കിച്ചുവിൻ്റെ അമ്മയോട് രാധമ്മ ചോദിച്ചു. അത് വേറൊന്നുമല്ല, എൻ്റെ മകൻ കിഷോർ കൃഷ്ണകുമാർ എന്ന കിച്ചു. അവൻ ലാവണ്യമോളെ വിവാഹം കഴിക്കും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ. കിച്ചുവിൻ്റെ അമ്മ പറഞ്ഞതും ലാവണ്യയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും നോക്കിയത് കിച്ചുവിനെ ആയിരുന്നു. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് എല്ലാവർക്കും അമ്പരപ്പായിരുന്നു. ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും അടക്കം എല്ലാവരും ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്നത് കണ്ട് അവരുടെ അടുത്ത് നിൽക്കുന്ന ടീച്ചറമ്മയും സീതാമ്മയും അവരവരുടെ ഭർത്താക്കന്മാരെയാണ് നോക്കിയത്. അവരുടെ പുഞ്ചിരി കണ്ടതും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് പിന്നെ ചോദിക്കാം എന്ന് അവർ കരുതി. അവർ മിണ്ടിയില്ല. ഇത് എന്താ ചേച്ചി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി സാന്ദ്രയുടെ കയ്യിൽ പിടിച്ചു. ഗംഗയും ഇഷാനിയും അടക്കം എല്ലാവർക്കും അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഗംഗ ചോദിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ അറിയില്ല എന്ന് പറഞ്ഞു. കിച്ചു മുന്നിലേക്ക് വന്നുകൊണ്ട് രാധമ്മയുടെ കയ്യിൽ പിടിച്ചു. പിന്നെ ലാവണ്യയുടെ അച്ഛൻ്റെയും. ഞാൻ വിവാഹം കഴിച്ചോളാം അവളെ. എനിക്ക് തരാമോ? എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായി തന്നെ ഞാൻ നോക്കിക്കൊള്ളാം, അവൻ പറഞ്ഞു. സമ്മതിക്കൂ രാധേ, ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട, അവരുടെ ബന്ധു എന്ന് തോന്നിക്കുന്ന ഒരു പ്രായമുള്ള ആൾ പറഞ്ഞു. മോളോട് ചോദിച്ചില്ലല്ലോ, ലാവണ്യയുടെ അമ്മ പറഞ്ഞതും. നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം അവളോട് ചോദിച്ചിട്ട് തന്നെയായിരുന്നോ? മാധവൻ ചോദിച്ചതും ലാവണ്യയുടെ അമ്മ ഒന്നും പറയാതെ അച്ഛനെ നോക്കി. ഇനി അതൊന്നും പറയണ്ട, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് വിവാഹം നടത്താം, മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു. അതിന് താലിമാലയും മറ്റും വാങ്ങണ്ടേ? അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു. ഇനിയിപ്പോൾ അതൊന്നും വാങ്ങാൻ പോകാൻ സമയമില്ലല്ലോ. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഇട്ട് കൊടുക്കട്ടെ. അവൻ്റെ പേരെഴുതിയ മാലയാണത്. ആരെങ്കിലും എന്തെങ്കിലും കുനിഷ്ടി വർത്തമാനം പറയുന്നതിന് മുമ്പ് ഉദയൻ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അത് ഊരി കഴുകി തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്ക്, പൂജിച്ച് കൊണ്ടുവരട്ടെ. നിനക്ക് വേഷം മാറണോ? ഒരാൾ ചോദിച്ചതും അവൻ അവരെ നോക്കി. വേണ്ട എന്ന് പറഞ്ഞു. ഇത് മതി. ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഷർട്ടും ഗോൾഡൻ കര വരുന്ന മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. എന്നാ പിന്നെ ഇനി രണ്ടുപേരും കൂടി നടയിൽ പോയി തൊഴുതിട്ട് വരൂ എന്ന് പറഞ്ഞതും കിച്ചു ലാവണ്യയുടെ അടുത്ത് നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവൻ അമ്മയെ നോക്കി ചിരിച്ചതും അമ്മ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അമ്മയുടെ നോട്ടം കണ്ടതും അവന് പെട്ടെന്ന് രാവിലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർമ്മ വന്നതും അവൻ പെട്ടെന്ന് കവളിൽ കൈവയ്ക്കുന്നത് കണ്ടതും പേടിയുണ്ട് ചെക്കന്, ഉദയൻ പറഞ്ഞു. അത് കേട്ട് അവൻ്റെ അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ എല്ലാം കേട്ട് ഷോക്കിൽ നിൽക്കുകയായിരുന്നു ദിവ്യ. എടി, നിന്റെ ഏട്ടൻ്റെ വിവാഹമാണ്, ചെല്ലടി, ചെന്ന് ചേട്ടത്തിയുടെ അടുത്ത് നിൽക്ക്. എന്നാലും എൻ്റെ ഏട്ടൻ്റെ വിവാഹം? അയ്യോ, ഞാൻ ഒരുങ്ങിയില്ല. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. നല്ല ധാവണി ഉടുക്കണം, ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കണം, അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങൾ. ഇതുപോലെ എൻ്റെ കോലം നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൾ സ്വയം നോക്കി. അവൾ പട്ടുപാവാടയായിരുന്നു ഇട്ടിരുന്നത്. ഇതിനെന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. അവളുടെ സങ്കടം കണ്ടുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ആണോ ടീച്ചറെ, നല്ലതാണോ? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, ഞങ്ങളുടെ ദിവ്യക്കൊച്ച് സുന്ദരിയായതുകൊണ്ട് ഏത് വേഷം ധരിച്ചാലും അടിപൊളിയാണ് കാണാൻ, സാന്ദ്രയും പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്കൊരു ആശ്വാസമായി. നീ ചെന്നേ, നീയും കൂടി ചെല്ല് എന്ന് പറഞ്ഞ്
മിത്രയെയും ലാവണ്യയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. നമുക്കും പോകാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ തന്നെ ലക്ഷ്മിയും സാന്ദ്രയും ഗംഗയും ഈശാനിയും കൂടി ചെന്നു. ലാവണ്യയുടെ കയ്യിൽ പിടിച്ച് കിച്ചുവിൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്. മോൾക്ക് സങ്കടം ഉണ്ടാവുമല്ലേ? അമ്മ ചോദിച്ചതും ഇല്ല അവൾ പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. ആ തെമ്മാടി പറഞ്ഞാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞില്ലല്ലോ. വെച്ചിട്ടുണ്ട് ഞാൻ അവന്. കിച്ചുവിൻ്റെ അമ്മ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും ആ പുഞ്ചിരി ലാവണ്യയിലും ഉണ്ടായി. അപ്പോഴേക്കും അങ്ങോട്ട് ദിവ്യ ചെന്നു. ഏട്ടത്തി എന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കിച്ചുവേട്ടൻ്റെ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് ചേച്ചി എൻ്റെ ഏട്ടത്തിയായിട്ട് വരുന്നു. എന്നെ ഒന്ന് പിച്ചിക്കേ. അവൾ മിത്രയുടെ കൈക്ക് നേരെ കൈ നീട്ടിയതും മിത്ര ശരിക്കും അത് മുതലാക്കി. ആ കൊല്ലൂടി നീ എന്നെ. ചെറുതായിട്ട് ഒന്ന് നുള്ളാനല്ലേ പറഞ്ഞുള്ളൂ, ദിവ്യ പറഞ്ഞു. ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? ഇപ്പോൾ എനിക്ക് വിശ്വാസമായി. മതി കോപ്രായം കാണിച്ചത്. അങ്ങോട്ട് ചെല്ല്. അച്ഛനോട് ആ മാല വാങ്ങിക്കൊണ്ടുപോയി തിരുമേനിക്ക് കൊടുക്കാൻ പറ എന്ന് പറഞ്ഞ് കിച്ചുവിൻ്റെ അമ്മ ദിവ്യയെ പറഞ്ഞു വിട്ടു. കിച്ചുവിൻ്റെ അച്ഛൻ ആ മാല വാങ്ങി അത് കഴുകി തിരുമേനിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. തിരുമേനി അത് പൂജിച്ച് കൊണ്ടുവന്നതും വാ എല്ലാവരും അങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞ് കിച്ചുവിൻ്റെ അച്ഛൻ എല്ലാവരെയും വിളിച്ചു. ലാവണ്യയുടെ കൂടെ തന്നെ ദിവ്യയും മിത്രയും നിന്നു. എല്ലാവരും കൂടി നടയിലേക്ക് വന്ന് നിന്നു. കിച്ചുവിൻ്റെ കൂടെ തന്നെ മാധവനും ഉദയനും അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. കിച്ചുവിൻ്റെ മുഖത്തെ ചിരി കണ്ടതും അവൻ്റെ സന്തോഷം കണ്ടതും ഇതിവന് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കായിരുന്നോ? ഈ ചിരി നേരത്തെ അവൻ്റെ ചുണ്ടിൽ കാണില്ലായിരുന്നോ? ഉദയൻ പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ചേട്ടാ, ബാലു പറഞ്ഞതും ഉദയൻ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തന് ഏതെങ്കിലും പെങ്കൊച്ചുങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞേക്കണം. എന്നിട്ട് വേണം പ്രേമിച്ച് നടക്കാൻ. അല്ലാതെ അവളുടെ കല്യാണമായെന്ന് പറഞ്ഞ് ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നായിരിക്കും ആദ്യം തല്ലുകൊള്ളാൻ പോകുന്നത്. ഉദയൻ ബാലുവിനെയും മൊയ്തീനെയും വിനോദിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആ സമയം മാധവ് നോക്കിയത് ലാവണ്യയുടെ അടുത്ത് മിത്രയുടെയും കൂട്ടരുടെയും കൂടെ നിൽക്കുന്ന ലക്ഷ്മിയായിരുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി തന്നെയായിരുന്നു. ലാവണ്യയുടെ മുഖത്തും പുഞ്ചിരി കണ്ടതും മാധവിന് സന്തോഷം തോന്നി. തിരുമേനി പൂജിച്ച താലി കിച്ചുവിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കിച്ചുവിൻ്റെ അച്ഛൻ നിറഞ്ഞ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അത് കിച്ചുവിന് കൊടുത്തു. കിച്ചു തൻ്റെ കൂടെ നിന്ന എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ നടയിലേക്ക് നോക്കി ദേവിയോട് പ്രാർത്ഥിച്ച് നിറഞ്ഞ മനസ്സോടെ അവൻ ലാവണ്യയെ നോക്കി. ചെറു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടതും അവന് ഒത്തിരി സന്തോഷം തോന്നി. അതോടൊപ്പം പ്രണയവും. അവൻ അതേ പ്രണയത്തോടെ അവൻ ആഗ്രഹിച്ച ആ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടി. അവളും പ്രാർത്ഥനയോടെ അവളുടെ ആ പ്രണയത്തെ സ്വീകരിച്ചു. അവൻ്റെ വിരലിനാൽ അവളുടെ സീമന്തരേഖ ചുമന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും തിരക്കായിരുന്നു. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉദയനും മാധവും എല്ലാം കല്യാണത്തിന് വേണ്ടി അറേഞ്ച് ചെയ്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇത്രയും സമയം ഉണ്ടായിരുന്ന പിരിമുറുക്കമെല്ലാം അവസാനിച്ചതിൻ്റെ സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. ഭംഗിയായി തന്നെ കിച്ചുവിൻ്റെയും ലാവണ്യയുടെയും മൗനമായ പ്രണയം അവൻ്റെ താലിയിൽ അവിടെ പൂവണിഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ മുഹൂർത്തത്തിൽ ലാവണ്യ അവളുടെ വീടിൻ്റെ പടികളിറങ്ങി. അവൾക്ക് നിലവിളക്ക് കൊടുത്ത് കിച്ചുവിൻ്റെ അമ്മ ആ വീട്ടിലേക്ക് ആ വീടിൻ്റെ മരുമകളായി അവളെ സ്വീകരിച്ചു. 2 വീട് അപ്പുറമാണ് അവളുടെ വീട്. അതുകൊണ്ട് ഒരുപാട് യാത്ര ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. അവനും സന്തോഷത്തിലായിരുന്നു. അവൻ മാധവിനെയും ഉദയനെയും എല്ലാം കെട്ടിപ്പിടിച്ചു. അവൻ്റെ സന്തോഷം അറിയിച്ചു. അവൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. കിച്ചു പറഞ്ഞതും നിന്റെ നന്ദി നീ പുഴുങ്ങി തിന്നോ. ഇന്നലെ രാത്രി മുതൽ അനുഭവിച്ച ടെൻഷനാണ്. ഇന്നലെ രാത്രി ആരും അറിയാതെ അടിച്ചതൊക്കെ അപ്പോൾ തന്നെ നീ ആ വെള്ളത്തിൽ കിടന്നില്ലേ അവിടെ, അപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ആവിയായിപ്പോയി. അതുകൊണ്ട് ഇന്നത്തെ ചെലവ് മുഴുവനും നീ നടത്തണം. ഒന്നുമില്ലെങ്കിലും 10 പൈസ ചെലവില്ലാതെ നിന്റെ കല്യാണം നടന്നില്ലേ. അതുകൊണ്ട് വൈകിട്ട് എന്തായാലും നിന്റെ വക ചെലവ് വേണം. ഉദയൻ പറഞ്ഞു. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അവൻ്റെ സന്തോഷം കണ്ടതും എന്താ സന്തോഷം നോക്കിയേ, രവിച്ചേട്ടൻ പറഞ്ഞു. അവൻ രവിച്ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരുപാട് സങ്കടപ്പെടുത്തിയില്ലേ നിങ്ങളെയൊക്കെ ഞാൻ? അവൻ ചോദിച്ചതും പിന്നല്ലാതെ നന്നായി സങ്കടപ്പെടുത്തി. പക്ഷേ ആ സങ്കടത്തിൻ്റെ അവസാനം ഇപ്പോൾ കിട്ടിയ ഈ സന്തോഷമില്ലേ, അത് തന്നെ മതി ഞങ്ങളുടെ മനസ്സും കണ്ണും എല്ലാം നിറയാൻ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. എനിക്കറിയാം എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞതും ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്?
ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്നലത്തെ കൊണ്ട് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പോയി, രവിചേട്ടൻ പറഞ്ഞു. പിന്നീട് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാധവിൻ്റെ അച്ഛനെ വന്ന് അമ്മ വിളിച്ചു. എന്നാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം, ഇനിയിപ്പോൾ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? വൈകിട്ട് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്, കിച്ചുവിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു. ഞങ്ങളുടെ മകൻ്റെ കല്യാണമാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാ ചെലവും ഇന്ന് ഞങ്ങളുടെ വക. നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് കൂടി ഭക്ഷണം ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി തന്നെ കഴിക്കുന്നു. എന്തു പറയുന്നു? കിച്ചുവിൻ്റെ അച്ഛൻ ചോദിച്ചതും അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ, ഇവന്മാർ ഇന്നലെ മുതൽ ടെൻഷൻ അടിച്ചല്ലേ, ഒന്ന് ആഘോഷിക്കട്ടെ, മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും മാധവ് അച്ഛനെ നോക്കി. അച്ഛൻ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ നോക്കിയത് അമ്മയെയാണ്. അവരുടെ മുഖത്തെ കനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അച്ഛൻ മാധവിനെ നോക്കിയതും മാധവ് എന്താന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾ പോയി വേഗം ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം, അപ്പോഴേക്കും വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എത്തിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും സീതാമ്മയും എല്ലാം ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. ലാവണ്യയുടെ കൂടെ തന്നെ ലക്ഷ്മിയും സാന്ദ്രയും ഇഷാനിയും ഗംഗയും കൂടി നിന്നു. അവൾക്ക് പെട്ടെന്ന് കിച്ചുവിൻ്റെ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമാണല്ലോ, അതിൻ്റെയാണ്. അതുകൊണ്ടാണ് കൂട്ടെന്നതുപോലെ അവരെല്ലാവരും നിന്നത്. എന്നാൽ ടീച്ചറമ്മയും സീതാമ്മയും മുറ്റത്തേക്ക് കടന്നതും എന്താ സംഭവം? ഇങ്ങനൊരു കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു അല്ലേ? ടീച്ചറമ്മ ചോദിച്ചതും മാഷ് മാധവിൻ്റെ അച്ഛനെ നോക്കി. അദ്ദേഹം ചെറുതായി തലയണക്കി. എന്ത് സംഭവം? സീതാമ്മ ചോദിച്ചു. പിന്നീട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാണല്ലേ എല്ലാം ഒന്നും അറിയാത്തതുപോലെ നടന്നത്? എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാം ശരിയായി, ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ടീച്ചറമ്മ ചോദിച്ചു. ഞങ്ങളല്ലല്ലോ, നിങ്ങളുടെ പുത്രന്മാരാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത്, അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടേക്ക്. രാവിലെ കാര്യം പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു, കിച്ചുവിൻ്റെ അച്ഛൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെ താക്കോൽ കൊണ്ട് വീട് തുറന്ന് മാഷച്ചൻ അകത്തേക്ക് പോയി. പോകുമ്പോൾ തിരിഞ്ഞ് മാധവിൻ്റെ അച്ഛനെ ഒന്ന് നോക്കി. പിന്നെ കണ്ണ് ചിമ്മി കാണിച്ച് വേഗം വിട്ടോളാൻ പറഞ്ഞു. മാധവിൻ്റെ അച്ഛനും പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. ഇവർക്കിത് ഇന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ രണ്ട് ആമക്കളും എന്തുണ്ടെങ്കിലും അച്ഛനോട് പറയും. അപ്പോൾ ഇവർക്കെല്ലാം മുൻകൂട്ടി അറിയായിരുന്നു. എന്തായാലും അവന്മാരിങ്ങോട്ട് വരട്ടെ, സീതാമ്മ പറഞ്ഞു. അത് തന്നെ, എന്തായാലും കാര്യങ്ങൾ ഭംഗിയായല്ലോ. ഞാൻ രാധയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്ന്. പ്രഷർ അങ്ങനെ കൂടിയിട്ടേ, സീതാമ്മ പറഞ്ഞു. സത്യം, ഞാനും പേടിച്ചു പോയി. എന്തായാലും ഭംഗിയായിട്ട് നടന്നല്ലോ. പ്രവീണയ്ക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ, അതെന്നെ വലിയ കാര്യം. അല്ലെങ്കിലും പ്രവീണയും ആ രാജൻ ചേട്ടനും ഒക്കെ നല്ല കൂട്ടരാ. ലാവണ്യമോൾക്ക് നല്ലതേ ഉണ്ടാകൂ, ഭാഗ്യ ആ കുട്ടിയുടെ, അവർ പറഞ്ഞു. അതെ, നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികളെയും കൂടി ഒന്ന് കൊണ്ടുപോയിക്കോ. ലാവണ്യമോൾക്കുള്ള ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല, എല്ലാം വാങ്ങണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നു. അതിനെന്താ, വാങ്ങാലോ, കിച്ചു പറഞ്ഞു. നീ മിണ്ടരുത്, കിച്ചുവിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ പറഞ്ഞു. പറ്റിപ്പോയതല്ല അമ്മ, പെണങ്ങല്ലേ, സോറി, കിച്ചു പറഞ്ഞു. നിന്റെ സോറി നീ കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്, എനിക്ക് വേണ്ട, അമ്മ പറഞ്ഞതും അവൻ മുഖം കൂർപ്പിച്ച് നോക്കി. ആരൊക്കെയാ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്? അമ്മ ചോദിച്ചതും കിച്ചു അവിടെ നിന്ന് ഉദയനെയും മാധവിനെയും അച്ഛനെയും എല്ലാം നോക്കി. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി ഒന്ന് കൊണ്ടുപോയിക്കോ, പിന്നെ ശാലുമോളെയും കൂടി കൊണ്ടുപോയിക്കോ. ലാവണ്യമോൾക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ്, ഒന്നുമില്ലല്ലോ, ആ കുട്ടിയെ ഇപ്പോൾ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ അമ്മ ലക്ഷ്മിയെയും സാന്ദ്രയെയും കാണിച്ചു. അമ്മേ, ഞങ്ങളും കൂടി പോകാം എന്ന് പറഞ്ഞ് ദിവ്യ വന്നതും വേണ്ട, ഇവിടെ ലാവണ്യമോള് ഒറ്റയ്ക്കല്ലേ, അതുമല്ല നിങ്ങളിവിടെ നിൽക്ക്, അവർ പോയി എടുത്തുകൊണ്ട് വന്നോളും. പിന്നെ അളവിന് വേണമെങ്കിൽ ഇതിപ്പോൾ ശാലുമോളും കൂടി പോകുന്നുണ്ടല്ലോ, അത് മതി, കിച്ചുവിൻ്റെ അമ്മ ഉറപ്പിച്ച് പറഞ്ഞതും മാധവ് ലക്ഷ്മിയെ നോക്കി. ആ സമയം തന്നെയാണ് ലക്ഷ്മിയും അവനെ നോക്കിയത്. എന്നാ പോകാം, മാധവൻ പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. ഞങ്ങൾ ഈ ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ പോരെ? പെട്ടെന്ന് ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് വേണ്ട, കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയിട്ട് വരാം, അവൻ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ ഒന്ന് നോക്കി. സാരമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ പിന്നെയും പറഞ്ഞു. എന്നാ വേഗം പോയിട്ട് വാ, എന്തൊക്കെ വേണമെന്ന് നിങ്ങളോട് പറയണ്ടല്ലോ, എല്ലാം അറിയാലോ നിങ്ങൾക്ക്, വലിയ പാചകക്കാരല്ലേ നിങ്ങൾ, കിച്ചുവിൻ്റെ അച്ഛൻ ചോദിച്ചതും ഉദയൻ പിന്നല്ലാതെ എത്ര പേർക്ക് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ എത്തിച്ചോളാം, ഉദയൻ പറഞ്ഞു. ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു വന്നതും നീയേ ഇവിടെ ഇരിക്കേ, നിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ്, അങ്ങനെ പുറത്തിറങ്ങിക്കൂടാ, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം,
നീ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്ക് കേട്ടോ. ഉദയൻ പറഞ്ഞതും കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. കിച്ചു വേഗം തന്നെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് മാധവന്റെ നേരെ നീട്ടിയതും എന്തിനത് മാധവ് ചോദിച്ചു. എടാ അവൾക്കുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, പിന്നെ വൈകിട്ടത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഒത്തിരി പൈസയാവും. ഇന്നാ ഇത് വെച്ചോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കിച്ചു പറഞ്ഞു. ആണോ, നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നീ വെച്ചോ, നിന്റെ കല്യാണം ഞങ്ങൾ നടത്തുന്നതാ, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ മാധവൻ പറഞ്ഞതും. എടാ അങ്ങനെയല്ല, നീ ആ മാലയുടെ പൈസ എല്ലാം നീ തന്നെയല്ലേ കൊടുത്തത്, അതിന് നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാണ്, വെഡ്ഡിങ് ഗിഫ്റ്റ്, അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി വേണ്ട സംസാരം മാധവൻ പറഞ്ഞതും. അത് ശരിയാ കിച്ചുവേട്ടാ, നമ്മുടെ മുതലാളി നമുക്കായിട്ട് വിവാഹത്തിന് ചെയ്യുന്ന സമ്മാനാണ്. നമ്മുടെ വിവാഹത്തിനുള്ള താലിമാല സ്പോൺസർ ചെയ്യുന്നത് മുതലാളിയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോൾ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി മൊയ്തീൻ പറഞ്ഞതും. അതെ, അങ്ങോട്ട് വാങ്ങുന്നത് മാത്രമല്ല, മുതലാളിയുടെ കല്യാണമാകുമ്പോൾ ഇവൻ തരുന്നത് പോലെ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല കനത്തിൽ അവന് കൊടുത്തേക്കണം കേട്ടോ ഉദയൻ പറഞ്ഞതും. അത് പിന്നെ ഞങ്ങൾ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ബാലു. അത് കേട്ടതും മാധവ് ലക്ഷ്മിയൊന്ന് നോക്കി. ലക്ഷ്മിയും അവനെ നോക്കി. എൻ്റെ പെണ്ണിനുള്ള താലിമാല ആരും വാങ്ങിത്തരണ്ട, അത് എൻ്റെ അവകാശമാണ്, അത് ഞാൻ തന്നെ ചെയ്യും, എൻ്റെ ആഗ്രഹമാണത്. മാധവൻ ലക്ഷ്മിയെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. മാധവിൻ്റെയും ഉദയൻ്റെയും പുറകെ ലക്ഷ്മിയും സാന്ദ്രയും ശാലുവും നടന്നു. ഉദയൻ വീട്ടിൽ ചെന്ന് അവൻ്റെ കാറാണ് എടുത്തത്. എടാ നീ ഡ്രൈവ് ചെയ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ മാധവിനെ ഏൽപ്പിച്ചു. മാധവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ അവൻ ലക്ഷ്മിയൊന്ന് നോക്കി. ഞൊറിഞ്ഞ് പിൻ ചെയ്തിരുന്ന സാരി അഴിച്ചിട്ടിട്ടുണ്ട്, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ. അവൻ അവളെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. ആ സമയം അവളും അവനെ നോക്കിയിരുന്നു. അവർ നേരെ ടൗണിലേക്കാണ് പോയത്. ടെക്സ്റ്റൈൽസിലേക്ക് കയറുമ്പോൾ ഉദയനും സാന്ദ്രയും സംസാരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. അവരുടെ കൂടെ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് ശാലുവും നടന്നു. പുറകിലായാണ് മാധവ് നടന്നത്. അവനോട് കുറച്ചകലം വിട്ടുകൊണ്ട് ലക്ഷ്മിയും നടന്നു. ലാവണ്യയോട് സംസാരിച്ചും കിച്ചുവിൻ്റെ അമ്മയോട് സംസാരിച്ചും സാന്ദ്രയും ലക്ഷ്മിയും ശാലുവും കൂടി ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തു. അപ്പോഴാണ് ലക്ഷ്മിയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ പ്രിൻസിപ്പൽ മേഡമാണ്. ആൻറ്റിയാണെന്ന് കണ്ടതും അവൾ ഫോണുമായി കുറച്ച് മാറി നിന്ന് സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ അവൾ താഴത്തെ ഫ്ലോറിലൂടെ നടന്നു പോകുന്ന രണ്ടുപേരെ കണ്ടതും പേടിയോടെ അവിടെ നിന്നു. അവൾക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്ന മാധവ് അവളുടെ കണ്ണുകളിലെ ആ ഭയം കണ്ടു. അവളുടെ ശരീരം വിറയ്ക്കുന്നത് പോലെയെല്ലാം തോന്നുന്നുണ്ട്. അവൾ പേടിയോടെ സാരിയിൽ കൈകൾ മുറുക്കി പിടിക്കുന്നതും വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്നതും എല്ലാം കണ്ടതും മാധവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.